കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് ഈ ലോകത്ത് പ്രിന്റ് ചെയ്തിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും വരുന്നത് ഒരൊറ്റ രാജ്യത്തു നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും ഇതൊരു ഇമാജിനറി കൺട്രി ആണെന്ന് പറഞ്ഞാലോ? വെറുതെ പറയുന്നതല്ല, റീല് മുഴുവൻ കണ്ടു നോക്കൂ, കാര്യം മനസ്സിലാവും. ഈ പുസ്തകങ്ങളെ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. ഉദാഹരണത്തിന് ഓതർ, എഡിഷൻ, ടൈറ്റിൽ, പബ്ലിഷിംഗ് കമ്പനി. അപ്പോൾ 1970കളുടെ തുടക്കത്തിൽ അതിന് വേണ്ടിയിട്ട് ISBN എന്ന് പറയുന്ന ഒരു നമ്പറിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. ബേസിക്കലി ഇതൊരു 10 ഡിജിറ്റുള്ള നമ്പറാണ്. ഇതിൽ ഓരോ ഡിജിറ്റും ഓരോ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യും. 1 ഫോർ ഇംഗ്ലീഷ്, അടുത്ത 2 ഡിജിറ്റ് ആരാണ് പബ്ലിഷർ, ടൈറ്റിൽ. അപ്പോൾ ഈ ISBN നമ്പർ വെച്ചിട്ട് ലോകമെമ്പാടുമുള്ള പുസ്തകങ്ങളെ യുണീക്കായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈവൻ ഇന്ന് നിങ്ങൾ ഏത് പുസ്തകം എടുത്ത് നോക്കിയാലും ISBN കാണാം. പക്ഷേ 1980കളുടെ തുടക്കത്തിൽ വേറൊരു പ്രശ്നം വന്നു. ബാർ കോഡുകൾ വന്നു. ഈ ബാർ കോഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതും പ്രൊഡക്റ്റുകളെ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഒരു പെന്നാണെങ്കിൽ അതിൻ്റെ ബാർ കോഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൻ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് കാറ്റഗറി, എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബാർ കോഡ് ബേസിക്കലി ഒരു നമ്പറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നമ്പറിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 നമ്പർ ബാർ കോഡിൽ കൺട്രി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ബാർ കോഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 890 ആണ്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ഏത് കൺട്രിയിലാണ് വരുന്നത് അനുസരിച്ചിട്ട് ബാർ കോഡിൽ ആദ്യത്തെ 3 നമ്പർ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത കൺട്രി റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി പുസ്തകങ്ങളുടെ കാര്യം വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ISBN ഓൾറെഡി യുണീക്ക് ആണല്ലോ, അതിനെ സിംപ്ലി ബാർ കോഡായി മാറ്റി കഴിഞ്ഞാൽ പുസ്തകങ്ങളെ റീഡ് ചെയ്യാം. പക്ഷേ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ബുക്സ് ആർ ലിറ്ററലി ബോർഡർലെസ് എന്ന് പറയും. ഒരു പുസ്തകം ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യാം, അത് കഴിഞ്ഞ് ചൈനയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് US സെയിൽ ചെയ്യാം. അപ്പോൾ പുസ്തകത്തിനൊരു പെർട്ടിക്കുലർ കൺട്രി എന്നുള്ളില്ല, വേൾഡ് വൈഡായിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പുസ്തകം. നമ്മുടെ ISBN എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൺട്രി കോഡ് ഉണ്ടാവില്ല. അപ്പോൾ ബാർകോഡ് റീഡേഴ്സിന് പുസ്തകങ്ങളെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ഒരു കൺട്രി ഈ പുസ്തകങ്ങളുടെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായി. പക്ഷേ ഏത് കൺട്രി കൊടുക്കും? ഒരു സ്പെസിഫിക് കൺട്രി ആയിട്ട് ഒരു പുസ്തകത്തിനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദെൻ കെയിം ദ ജീനിയസ് ഹാക്ക്. ഈ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇമാജിനറി കൺട്രി തന്നെ കണ്ടുപിടിച്ചു. ആ കൺട്രിയുടെ കോഡാണ് 978. ഈ കൺട്രിയുടെ പേരെന്താണെന്നറിയോ? ബുക്ക് ലാൻഡ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പുസ്തകം വേണമെങ്കിൽ എടുത്ത് നോക്കുക, അതിൽ ISBN നമ്പർ ഉണ്ടാവും. ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ദ നമ്പർ 978. So all the books printed in the world are literally coming from a fictional country called Bookland. So ISBNന്റെ മുമ്പിലായിട്ട് ഈ 978 ആഡ് ചെയ്യാൻ തുടങ്ങി എല്ലാ പുസ്തകത്തിലും. സോ ബാർകോഡ് റീഡേഴ്സിന് പ്രശ്നമില്ല, കൺട്രി കോഡ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇമാജിനറി കൺട്രിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 978 സീരീസ് റൺ ഔട്ട് ചെയ്യാൻ തുടങ്ങി. സോ 979 ഉണ്ട്. അപ്പോൾ ഇന്ന് ഏത് പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് എ കൺട്രി കോഡ് ഓഫ് ഈദർ 978 ഓർ 979. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാ പുസ്തകങ്ങളും വരുന്നത് ഒരു ഇമാജിനറി country എന്നാണ്. The barcode will literally tell that it is coming from Bookland.